KPCC പുനഃസംഘടനാ പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ കോൺഗ്രസിനകത്ത് തന്നെ ചേരിതിരിവും ഗ്രൂപ്പ് പോരും വീണ്ടും ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയല്ലേ ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ ഉൾക്കൊള്ളിച്ച് ഇത്തരത്തിലൊരു പട്ടിക പുറത്തിറക്കിയിട്ട് പോലും ഇപ്പോഴും അതൃപ്തി പ്രകടമാക്കിക്കൊണ്ടാണ് പല നേതാക്കന്മാരും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയൊരു കാര്യമൊന്നുമല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് കോൺഗ്രസിൽ പുനഃസംഘടന എന്ന് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതാണ്. ഇതിനും വലിയ അടിയും വഴക്കും എല്ലാം കഴിഞ്ഞിട്ടാണ് പുനഃസംഘടന നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ജംബോ കമ്മിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടുന്ന് ചാടി വരുന്നവർക്കും ഇവിടുന്ന് ചാടി പോകാൻ നിൽക്കുന്ന ആളുകൾക്കും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് ആണ് ജംബോ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം എത്രത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളിക്കാമോ അത്രത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പാർട്ടി ഇത്തരത്തിൽ പുനഃസംഘടന ലിസ്റ്റ് പുറത്തുവിടുന്നത്. അപ്പം അതിൽ കുറച്ച് പേർക്ക് വീണ്ടും കിട്ടാതെ വരുമ്പോഴത്തേക്കും അവർക്ക് വിഷമമുണ്ടാവും, നിരസമുണ്ടാവും. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതും ഇവരുടെ എല്ലാം പ്രസ്താവനയിലൂടെ. ഇതിപ്പോ കിട്ടാതിരുന്നവര് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ പോലും ഈ ഒരു പട്ടികയിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കെ മുരളീധരനായാലും പാർട്ടിയോട് പിണങ്ങി മാറി നിന്നിട്ട് പിന്നീട് അനുനയിപ്പിച്ചുകൊണ്ട് ചേർത്ത് നിർത്തുന്ന കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പഴയകാല ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, പ്രബലമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളായിരുന്നു കോൺഗ്രസിലുണ്ടായിരുന്നത്. ഒന്ന് എ ഗ്രൂപ്പും ഒന്ന് ഐ ഗ്രൂപ്പും. അപ്പം ഐ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. കരുണാകരൻ്റെ കാലത്ത് കരുണാകരനെ വെട്ടിയിട്ടാണ് AK ആന്റണി മുഖ്യമന്ത്രിയായിട്ട് വന്നത്. അപ്പം അതിനുശേഷം AK ആന്റണിയെ വെട്ടിയിട്ടാണ് ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വന്നത്. അപ്പം പിന്നീട് ഉമ്മൻചാണ്ടി ആയിരുന്നു എ ഗ്രൂപ്പിനെ നയിച്ചുകൊണ്ട് വന്നത്. അതിനു മുമ്പിട്ട് ഏറ്റവും കൂടുതൽ അധികാര സ്ഥാനങ്ങൾ കയ്യേറി വന്നിരുന്നത് ഐ ഗ്രൂപ്പ് തന്നെയായിരുന്നു. അത്ര പ്രബലമായിട്ട് വന്ന ഐ ഗ്രൂപ്പിനെ പിന്നീട് നയിച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അധികാരത്തിലിരിക്കുന്ന സമയം, അല്ലെങ്കിൽ അവർ ഈ ഗ്രൂപ്പ് നേതാക്കന്മാരായിട്ട് ഈ പ്രബലമായിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളെയും മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് അധികാരത്തിലുണ്ടായിരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അന്ന് ഉണ്ടായിരുന്ന ആളുകളൊന്നും ഇപ്പോൾ അവരോടൊപ്പം ഇല്ല. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഈ ഗ്രൂപ്പ് സംവിധാനം ആകെ താളം തെറ്റി, അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ആകെയുള്ളത് രമേശ് ചെന്നിത്തലയുടെ ഐ ഗ്രൂപ്പ് മാത്രമാണ് നയിക്കാൻ രമേശ് ചെന്നിത്തലുള്ളത്. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് സ്പ്ലിറ്റായി പല ആളുകളിലേക്കും പോയി. എന്നാലും കൂടുതലും ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, PC വിഷ്ണുനാഥ് അടങ്ങുന്ന ഒരു കൂട്ടം ആളുകളാണ്. അപ്പോൾ എന്നിരുന്നാലും പുതിയൊരു ഗ്രൂപ്പ് സമവാക്യം അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഗ്രൂപ്പ് സമവാക്യം എന്നതിനപ്പുറത്തേക്ക് ഒരു നേതാവിൻ്റെ സമവാക്യം അവിടെ രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് KC വേണുഗോപാലാണ്. അപ്പം കഴിഞ്ഞ ദിവസത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടനാ പട്ടിക, അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഒരു പട്ടിക പുറത്തുവിട്ടു. അതിനുശേഷമാണ് ഈ പുകച്ചിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്ഷൻ ആയിരുന്നു. ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു, വൈസ് പ്രസിഡന്റായിട്ട് അബിൻ വർക്കി വരുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ച് വോട്ട് പിടിച്ചുകൊണ്ടാണ് അബിൻ വർക്കി വൈസ് പ്രസിഡന്റ് ആയത്. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് പോകുമ്പോൾ പിന്നീട് വരേണ്ടത് അബിൻ വർക്കി ആയിരുന്നു. അത് നടന്നില്ല. അവിടെ നടന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ KC വേണുഗോപാലിനും ഷാഫി പറമ്പിലിനും ഇഷ്ടക്കാരായിട്ടുള്ള OJ ജനീഷ് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. അപ്പം രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട ഒരാൾ അവിടെ ആയി. അപ്പം അബിൻ വർക്കിയെ എങ്ങനെയെങ്കിലും പരിഗണിക്കണമല്ലോ. അപ്പോൾ അബിൻ വർക്കിയെ ദേശീയ നേതൃത്വത്തിലേക്ക് അയക്കാം എന്നുള്ള തീരുമാനത്തിലെത്തി. ഇപ്പം എന്നിട്ട് KC വേണുഗോപാൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഇവിടെയാണ് മത്സരിക്കാൻ താല്പര്യമെങ്കിൽ അദ്ദേഹം ഇവിടെ നിന്ന് മത്സരിച്ചോട്ടെ, അവിടെ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഒരു ദേശീയ പദവി എന്നുള്ളത് അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ബിനു ചുള്ളിയലിനെ ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് ജനറൽ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. ഇനി വരാൻ പോകുന്നത് വൈസ് പ്രസിഡന്റാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഇനി അടുത്തൊരു ടേം കണ്ടീഷൻ വരികയാണെങ്കിൽ അത് അരിതാ ബാബുവിനായിരിക്കും പോയി ചേരുന്നത്. അങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് മുഴുവനായിട്ടും KC വേണുഗോപാലിൻ്റെ ഒരു കസ്റ്റഡിയിലേക്ക് ചെന്ന് കയറും. കാരണം ഈ യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും KSU ആണെങ്കിലും ഇതെല്ലാം ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് സമരങ്ങൾ നടത്താനാണെങ്കിലും കൂടുതൽ ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാനാണെങ്കിലും കഴിയുകയുള്ളൂ. അപ്പം അധികാര കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്, അതായത് റിക്രൂട്ട്മെന്റ് ഏജൻസി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെയാണ്. അപ്പം ഇതിൽ ആദ്യമേ അധികാരം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത കാലങ്ങളിൽ ഇവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ മുൻതൂക്കം വരാൻ പോകുന്നത്. കാരണം ഈ നേതാക്കന്മാരാണല്ലോ പ്രസിഡൻഷ്യൽ പോസ്റ്റിലേക്ക് വരുന്ന നേതാക്കന്മാരെ ആയിരിക്കും അടുത്ത യൂത്ത് കോൺഗ്രസ്, ഇപ്പം KSUവിൽ പ്രസിഡൻഷ്യൽ പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാളെ ആയിരിക്കും അടുത്ത യൂത്ത് കോൺഗ്രസിലേക്ക് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ KPCCയിലേക്ക് പരിഗണിക്കുന്നത്. അപ്പോൾ KPCCയിലേക്കൊക്കെ വരുമ്പോൾ ഇവരുടെ അനുയായികളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് കഴിയും. അത് മാത്രമല്ല, അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയതുകൊണ്ടാണ് പാലക്കാട്ടേക്ക് അവിടെ പരിഗണിച്ചത്.
എത്രയൊക്കെ പേരുകൾ ഉണ്ടായിട്ടും അതെല്ലാം വെട്ടിമാറ്റിപ്പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അത് വലിയൊരു പദവിയാണ്. സംഘടനാപരമായിട്ട് കിട്ടുന്ന ഒരു പദവി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു പദവി തന്നെയാണ്. അതിന് ആരൊക്കെ ടേമായിട്ട് വന്നു കഴിഞ്ഞാലും ആ പദവിക്കനുസരിച്ചുള്ള ഒരു പ്രിവിലേജ് അവർക്ക് കൊടുത്തിരിക്കണം. അപ്പം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് മത്സരിക്കേണ്ടി വന്നത്. അപ്പം കൂടുതൽ ആളുകളെ പ്രസിഡൻഷ്യൽ പോസ്റ്റിലേക്ക് പരിഗണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിളങ്ങാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് തൻ്റെ ആളുകളെ പരിഗണിക്കുക, അതാണ് ഇവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ പരിഗണിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതൽ തിളങ്ങുകയും ചെയ്യും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് സീറ്റ് കൊടുക്കാൻ കഴിയും. തൻ്റെ അനുയായികളായിട്ട് കൂടുതൽ ആളുകൾ നിയമസഭയിലേക്ക് വരും. നിയമസഭയിൽ ആര് മുഖ്യമന്ത്രിയാവും? ഇപ്പം CPM അടുത്ത ടൈമിൽ മത്സരിച്ച് വിജയിക്കുകയാണെന്ന് വെച്ചോ, അടുത്ത മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. കാരണം 2 ടൈമായിട്ട് ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ മുഖം കാണിച്ചുകൊണ്ടാണ്. അപ്പം അടുത്ത തവണയും വിജയിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയന്റെ വിജയം എന്ന് മാത്രമേ ആളുകൾ കരുതുകയുള്ളൂ, അല്ലെങ്കിൽ CPM ആണെങ്കിലും കരുതുകയുള്ളൂ. അവിടെ വയസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും അവിടെ ബാധകമല്ല. അവിടെ പിണറായി വിജയൻ അത് തന്നെയാണ്, പിണറായി 3.0 വരുമെന്നുള്ള രീതിയിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. കോൺഗ്രസിലേക്ക് വരുമ്പോഴാണ് അവിടെ ചോദ്യചിഹ്നം, ആരായിരിക്കും മുഖ്യമന്ത്രി? ഒരുപാട് മുഖ്യമന്ത്രിമാരുടെ പേരുണ്ട്. ഇപ്പം രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, KC വേണുഗോപാലിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്, K മുരളീധരനുണ്ട്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. പേരെണ്ണി പറയുവാനാണെങ്കിൽ ഒരുപാട് പേരുകളുണ്ട്. അപ്പം ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവും? അവിടെയാണ് ചോദ്യം വരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവണമെങ്കിൽ കൂടുതൽ ആളുകൾ തൻ്റെ കക്ഷിയിൽ നിന്നും MLA-മാരായിട്ട് വരണം. അതിനു വേണ്ടിയിട്ട് കൂടുതൽ ആളുകളെ എങ്ങനെ പരിഗണിക്കണമെങ്കിൽ അധികാരം വേണം. ഇപ്പോൾ അധികാരം ഇരിക്കുന്നത് KC വേണുഗോപാലിൻ്റെ കയ്യിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടക്കാരായിട്ടുള്ള കൂടുതൽ ആളുകളെ ഇതിലേക്ക് പരിഗണിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് A ഗ്രൂപ്പും I ഗ്രൂപ്പിലുമുള്ള ആളുകൾക്കെല്ലാം അതൃപ്തിയായി. ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഒരു വിശാല AA ഗ്രൂപ്പായിരിക്കും. A ഗ്രൂപ്പും I ഗ്രൂപ്പും കൂടെ, അതായത് പഴയ A ഗ്രൂപ്പും പഴയ I ഗ്രൂപ്പിലുമുള്ള ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു വിശാലമായിട്ടൊരു AA ഗ്രൂപ്പായിരിക്കും ഇനി ഒരു സമവാക്യത്തിൽ വരാൻ പോകുന്നത്. കാരണം ഒറ്റ കക്ഷിയായിട്ട് KC വേണുഗോപാൽ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് VD സതീശനുണ്ട്. അപ്പം VD സതീശനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ VD സതീശന് വലിയൊരു റേഞ്ച് ആയൊരു സമയമുണ്ട്. അതായത് കേരളം കണ്ട ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഉപതെരഞ്ഞെടുപ്പ് മാത്രമല്ല, അദ്ദേഹത്തിനെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാക്കിയ സമയത്ത് അദ്ദേഹം കൂടുതൽ യുവാക്കളുമായിട്ട് സമ്പർക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഈ യുവ നേതാക്കളുമായിട്ടെല്ലാം അടുത്ത ബന്ധം പുലർത്തി പോകുന്നു. അപ്പം പ്രതിപക്ഷ നേതാവായിട്ടൊരു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസിനെയും KSUവിനെയും സംഘടിപ്പിക്കാൻ ഈ സംഘടനകൾ കഴിയുന്നുണ്ട്. അദ്ദേഹം ഒരു വിഷയം റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ തെരുവിൽ സമരം നടത്താൻ വേണ്ടിയിട്ട് ഈ യുവജനതയ്ക്ക് കഴിയുമായിരുന്നു. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയം വന്നപ്പോൾ VD സതീശൻ എടുത്ത നിലപാടാണ് VD സതീശനെ ഇവരിൽ നിന്നെല്ലാം അകറ്റിയത്. ഇപ്പൊ ഷാഫി പറമ്പിലുമായിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും യൂത്ത് കോൺഗ്രസുമായിട്ടാണെങ്കിലും KSUമായിട്ടാണെങ്കിലും VD സതീശനെ അകറ്റി നിർത്തേണ്ട പ്രധാനപ്പെട്ട കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നു. അദ്ദേഹം എടുത്ത നിലപാടായിരുന്നു. ആ നിലപാട് തെറ്റാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് വിരുദ്ധമാണ് എന്നാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയല്ല, യുവജനത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ മുതലാണ് VD സതീശന് പിഴവുകൾ സംഭവിക്കാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു. കാരണം അതിനുശേഷം VD സതീശന്റെ ഓരോ നിലപാടുകളെയും പാർട്ടി പൂർണ്ണമായും എതിർക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ്. അതെ, തീർച്ചയായും അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം ആ ഒരു റേഞ്ച് വരുമ്പം ഒന്നെങ്കിൽ VD സതീശൻ അവിടെ ഒരു ടീം വെക്കാം. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു, ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്താണ് ഈ അധികാരം മുഴുവൻ വന്നത്, അതുകൊണ്ട് എന്നെ മുഖ്യമന്ത്രി ആക്കണമെന്നവരൊരു ടേംസ് കണ്ടീഷൻ വെക്കാം. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ KC വേണുഗോപാലിന് വെക്കാം. ഇനി അദ്ദേഹം മത്സരിക്കാൻ വരുമോ ഇല്ലയോ എന്നൊന്നും ഇപ്പോഴും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഇനി അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം കേരളത്തിൽ വന്ന് മത്സരിക്കുമോ എന്നുള്ളത് തന്നെ വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷെ മത്സരിക്കുന്നതിനപ്പുറത്തേക്ക് തൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ അവിടെ മുഖ്യമന്ത്രി കസാരയിൽ വെക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പ്രിവിലേജ് ആയിരിക്കും. അതായത് അദ്ദേഹത്തിന്റെ നോമിനി ആയിട്ടുള്ള ഒരാൾ മുഖ്യമന്ത്രി ആയിട്ട് വരികയാണെങ്കിൽ അദ്ദേഹത്തിന് ആ അധികാരം മൊത്തം അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ അവിടെ കാണത്തുള്ളൂ. ഈ ചരട് മുഴുവൻ വലിക്കുന്നത് പിന്നീട് KC വേണുഗോപാലായിരിക്കും. അപ്പം കേരള രാഷ്ട്രീയത്തിൽ അത് വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കും. കാരണം കോൺഗ്രസിനെ പറ്റി നമുക്കറിയാം, എല്ലാവർക്കും വിഭിന്നമായിട്ടുള്ള അഭിപ്രായമുള്ള ആളുകളാണ്. വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പം ഈ ഗ്രൂപ്പ് സംവിധാനങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ജനാധിപത്യം നടക്കുന്ന അങ്ങനെയാണല്ലോ, എല്ലാവരും പറയുന്ന ആശയങ്ങൾ. ഇപ്പം ജംബോ കമ്മിറ്റി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? എല്ലാവർക്കും നേതാക്കന്മാരാവണം. അപ്പം ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരാളെ അധികാരത്തിലേക്ക് കൊണ്ടുവരുമ്പം ഈ മതസമവാക്യങ്ങളെല്ലാം നോക്കും. ഇന്ന ജാതി, ഇന്ന മതം, ഇന്ന വർഗം, ഇതിനകത്തപ്പെട്ട എല്ലാ ആളുകളെയും കൂടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു പാനൽ ലിസ്റ്റ് ഉണ്ടാക്കാനാണ് കോൺഗ്രസ് പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വനിത, അപ്പം മുഴുവൻ ആളുകളെയും എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം, അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ള ഒരു പിഴവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കി. അതെ. അവിടെ നിഷേധിച്ചൊരു പേര് എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മറ്റയാണ്. അപ്പം ചാണ്ടി ഉമ്മൻ അത് പേഴ്സണലായിട്ട് വിഷമമുണ്ടാക്കി. അപ്പോൾ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി, അല്ലെങ്കിൽ ദേശീയ നേതൃത്വത്തിലേക്ക് അയച്ചു. അത് അദ്ദേഹം ആദ്യം തന്നെ തുറന്നു പറഞ്ഞൊരു വ്യക്തി എന്ന് പറയുന്നത് ചാണ്ടി ഉമ്മനായിരുന്നു. പിന്നീട് ചാണ്ടി ഉമ്മന്റെ വിഷയം വന്നപ്പോൾ ചാണ്ടി ഉമ്മനെ KPCCയിൽ എന്തുകൊണ്ട് പരിഗണിച്ചില്ല? അല്ലെങ്കിൽ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ ആയിരുന്നല്ലോ, അദ്ദേഹത്തെ അവിടെ നിന്നും പിതാവിന്റെ മരണസമയത്ത്, അതായത് മരണത്തിന്റെ അനുശോചന ദിവസം തന്നെ അദ്ദേഹത്തിനെ അവിടെ നിന്നും പുറത്താക്കുന്നൊരു ദൃശ്യമാണ് കണ്ടത്. അപ്പൊ ഉമ്മൻചാണ്ടിയുടെ പേരിൽ മാത്രമായിരുന്നു അദ്ദേഹത്തിനെ ഔട്ട്റീച്ച് സെല്ലിന്റെ ചെയർമാൻ ആക്കിയത് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഓർത്തഡോക്സ് സഭയാണെങ്കിൽ പോലും പറയുന്നത്, അബിൻ വർക്കി ആണെങ്കിലും ചാണ്ടി ഉമ്മൻ ആണെങ്കിലും ഞങ്ങളുടെ മക്കളാണ്, അവർ അധികാരത്തിന് വേണ്ടിയല്ല നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരെ പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ വാളെടുക്കുമെന്നുള്ളൊരു ചിന്ത അവിടെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഇവരെ പരിഗണിച്ചില്ലെങ്കിൽ ഇത് വിഷയമാക്കും ഞങ്ങൾ എന്നുള്ള കാര്യമാണ് അവിടെ കൊടുക്കുന്നത്. അപ്പം എന്ത് തന്നെയാണെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ജാതി സമവാക്യങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കോൺഗ്രസ് നോക്കി തന്നെ ചെയ്യുകയുള്ളൂ. അപ്പം അവിടേക്ക് ആരെ പരിഗണിക്കും, അല്ലെങ്കിൽ ആരൊക്കെ ആയിരിക്കും MLA-മാരായി നിൽക്കാൻ പോകുന്നത്, ഏത് ഗ്രൂപ്പിന്റെ ആളുകളായിരിക്കും കൂടുതൽ നിൽക്കാൻ പോകുന്നത്, ആരുമായിട്ട് ആഭിമുഖ്യമുള്ള ആളുകളായിരിക്കും കൂടുതൽ നിൽക്കാൻ പോകുന്നത്, ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ആ ചോദ്യങ്ങളുടെ ഒരു സമവാക്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഏറ്റവും കൂടുതലുള്ള ഒരു പേര് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രണ്ട് പേരുകൾ, ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് VD സതീശുമാണ് നിലവിലുള്ളത്. അപ്പം രമേശ് ചെന്നിത്തല കാലങ്ങളായിട്ട് കോൺഗ്രസിനെ നയിച്ച ഒരാളാണ്. കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിനെ മാറ്റിയത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് അധികാരം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അധികാരം കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് രമേശ് ചെന്നിത്തല സ്ഥാനത്ത് നിന്നും മാറണം, പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നും മാറണം. പക്ഷെ അന്ന് അദ്ദേഹത്തെ മാറ്റിയ പല ആളുകൾ തന്നെയാണ് ഇന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അങ്ങനെയാണ്. കാരണം ആ സമവാക്യങ്ങളെല്ലാം മാറി. അന്ന് A ഗ്രൂപ്പ് പ്രബലമായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ കയ്യിലായിരുന്നു ആ A ഗ്രൂപ്പ് ഉണ്ടായിരുന്നത്. അന്ന് പ്രബലമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഇപ്പം ഉമ്മൻചാണ്ടിയെ തന്നെ ഇറക്കാൻ വേണ്ടിയിട്ട് I ഗ്രൂപ്പിലെ പല ആളുകളും ശ്രമിച്ചിരുന്നു എന്നുള്ള ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പാരമെടുത്ത് പോയിരുന്ന ഒരു സംവിധാനം കോൺഗ്രസിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. പിന്നീട് കാലിലെ മണ്ണൊലിച്ചു പോകുന്നു എന്നുള്ള തിരിച്ചറിവിലൂടെ ഇവരെല്ലാം ഒന്നിക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ഇനി ഒന്നിക്കാനുള്ള ശ്രമം എന്ന് പറയുമ്പം K മുരളീധരന്റെ കക്ഷിയെ പോലും നോമിനിയാക്കാൻ, അല്ലെങ്കിൽ KPCCയിലേക്ക് പുനഃസംഘടനയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അപ്പം ഒരുപാട് നേതാക്കന്മാർ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അവിടെ ശശി തരൂരാണെങ്കിലും മറ്റ് നേതാക്കന്മാരാണെങ്കിലും ഒരുപാട് പേരുകൾ അവിടെ ബാക്കിയാവുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാം കൂടെ എന്ത് ചെയ്യും? KC വേണുഗോപാൽ ഇവരെ എല്ലാം കൂടെ കസ്റ്റഡിയിൽ എടുക്കുകയാണെങ്കിൽ ഈ ബാക്കി വരുന്ന ആളുകളെല്ലാം എന്ത് ചെയ്യും? അവർക്ക് പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാവരെയും കൂടെ കൂട്ടി നിർത്തി, അതായത് ഇപ്പൊ ഇന്ത്യ സഖ്യം എങ്ങനെയാണോ രൂപം കൊണ്ടിട്ടുള്ളത് അതേപോലൊരു സഖ്യം കോൺഗ്രസിനകത്ത് രൂപപ്പെട്ട് ഒരു സമവാക്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ KC വേണുഗോപാലിനെ വെട്ടിയിട്ട് ഇവർ ഈ കക്ഷികൾക്കുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ വെക്കാം. അത് ചിലപ്പോൾ ഒരു വിശാല സഖ്യമായിരിക്കാം.